മനസ്സിലായോ? വാറണ്ട് എന്ന് പറഞ്ഞാൽ പറയലല്ല, പോയി എടുത്തോണ്ട് വരും. അപ്പൊ പിടിക്കും. അത് തന്നെ. ശരി, നോക്കിക്കോ. വാറണ്ട് ഓഫ് അറസ്റ്റ് ബി, സെക്ഷൻ 72. ഫോം ഓഫ് വാറണ്ട് ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂറേഷൻ. എത്ര നാള് വാറണ്ട് നിലനിൽക്കും എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. 72. എവരി വാറണ്ട് ഓഫ് അറസ്റ്റ് ഇഷ്യൂഡ് ബൈ ദ കോർട്ട് under this sanhita shall be in writing signed by presiding officer. Such court shall bear the seal of the court. അത് മുമ്പേ പറഞ്ഞു തന്നെ, കൂടുതൽ വിശദീകരിക്കണം. 2. Every such warrant shall remain force until is cancelled the court which issue it or until is executed. ഒരു വാറണ്ട് അയച്ചാൽ വാറണ്ട് നടപ്പാക്കുന്നത് വരെ നിലനിൽക്കും, അല്ലെങ്കിൽ വാറണ്ട് ക്യാൻസൽ ചെയ്യും, കോടതി ക്യാൻസൽ ചെയ്യുന്നത് വരെ നിലനിൽക്കും. ഓക്കെ, അടുത്തത് 73. Any court issuing a warrant of arrest, warrant for arrest of any person may it is discretion to direct endorsement of the warrant that if such person is execute a bond with the sufficient sureties for his attendance for the court at the specified time thereof, otherwise directed the court, he, the officer to whom the warrant is directed, shall take such security and shall release such a person on the custody. അപ്പോൾ ഒരു വാറണ്ട് ഫോർ അറസ്റ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ചെല്ലുമ്പോഴേക്കും അയാൾ ഒരു ബോണ്ട് വെച്ച് സഫീഷ്യന്റ് ഷുവർട്ടിയും വെച്ച് ഹാജരായി കൊള്ളാം എന്ന് കോടതിയിൽ വന്ന് ബോണ്ട് വെക്കുകയാണെങ്കിൽ അയാളെ റിലീസ് ചെയ്യാം, ഇല്ലെങ്കിൽ അയാളെ കസ്റ്റഡിയിൽ വെക്കാം. അതിന് പോലീസ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അറസ്റ്റ് വാറണ്ട് കൊണ്ട് അയാളെ നേരെ പിടിച്ച് കോടതി ഹാജരാക്കും. അപ്പൊ അയാൾ കൂട്ടുകാരത്തൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് 2 സാക്ഷികളും വരും, ഒരു വക്കീലും വന്ന് എല്ലാ ഫോർമാലിറ്റിയും കംപ്ലീറ്റ് ചെയ്ത് അയാളെ റിലീസ് ചെയ്തുകൊണ്ട് അങ്ങ് പോകും. അതിനാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കൂ. ഇൻ എനി കോർട്ട് issuing a warrant for the arrest of any person may in discretion direct by endorsement on the warrant that if such a person execute a bond with the sufficient sureties for his attendance before the court at the specified time and thereafter until otherwise directed by the court, the officer to whom the warrant is directed shall take such security and release such person from the custody. പോലീസുകാരൻ പോയാലും ഈ ബോണ്ടെല്ലാം സ്വീകരിച്ചുകൊണ്ട് പോലീസുകാരൻ അയാളെ റിലീസ് ചെയ്യാം. പക്ഷെ പോലീസുകാരൻ റിസ്ക് എടുക്കത്തില്ല. പോലീസുകാരെ നേരെ കൊണ്ട് കോടതിയിലൊക്കെ ഹാജർ. മനസ്സിലായോ? എൻഡോഴ്സ്മെന്റ് ഷാൽ ബി സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് ഷുവർട്ടീസ്. എത്ര പേര് സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് എന്ന് പറയണം. 2. ദ എമൗണ്ട് വിച്ച് എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ അടിയിൽ എഴുതി ഒപ്പിടുന്നതിനെ നമ്മൾ ചെക്കിനകത്ത് എൻഡോസ് ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഇത് പോലീസുകാർ ജാമ്യം കൊടുക്കുമെങ്കിലുള്ള കാര്യമാണ് എൻഡോഴ്സ്മെന്റ്. പോലീസുകാർ ജാമ്യം കൊടുക്കത്തില്ല, റിസ്ക് എടുക്കുകയല്ല പോലീസ്. The amount in which the person whose arrest warrant is issued are respectively bond. ഇപ്പൊ 25,000 രൂപയുടെ ബോണ്ട് വെക്കണമെന്ന് പറഞ്ഞാൽ അവൻ ചാടിപ്പോയാലോ ഹാജരായില്ലെങ്കിലോ ഈ ജാമ്യത്തിലെടുക്കുന്ന ഒരു 25,000 രൂപ കെട്ടണമെന്നതാണ് ബോണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അടുത്ത് ദ ടൈം അറ്റ് വിച്ച് ദ അറ്റൻഡൻസ് ഫോർ ദ കോർട്ട്. എപ്പോ കോടതി കൊണ്ടുവരാം. അപ്പൊ നമ്മൾ എഴുതുന്ന എന്താ? എപ്പോ കോടതി ആവശ്യപ്പെട്ടാലും കൊണ്ടുവരാമെന്ന് എഴുതി കൊടുക്കും. അടുത്തത് whenever the security is taken under this section, the officer to whom the warrant directed shall forward the bond to the court. അങ്ങനെ ഒരു ബോണ്ട് പോലീസുകാരൻ ചെയ്ത് അയാൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ ബോണ്ട് കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്യണം. അത് തിയറി പറയുന്നതേ ഉള്ളൂ, ഒരു പോലീസുകാരനും ചെയ്യത്തില്ല.